ഇന്ത്യയിൽ സോഫ്റ്റ് ഡ്രിങ്കുകളുടെ തുടക്കം കുറിച്ചത് കൊക്കക്കോളയും പെപ്സിയും ഒക്കെയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല. കൊക്കക്കോള അവരുടെ ആദ്യത്തെ ഡ്രിങ്ക് സെർവ് ചെയ്തത് 1886-ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ 1837 തന്നെ മുംബൈയിൽ വെച്ച് ഹെൻറി റോജേഴ്സ് എന്ന ഒരു കെമിസ്റ്റ് റോജേഴ്സ് എന്ന പേരിൽ ഒരു ക്ലബ് സോഡ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങിയിരുന്നു. പിന്നീട് ഏകദേശം 28 വർഷത്തോളം റോജർ സോഡ ആ ഒരു മേഖലയിലെ ഒരേ ഒരു രാജാവായി തുടർന്നു. പിന്നീട് 1889-ൽ ഡൂക്ക് സോഡയും മാർക്കറ്റിലെത്തി. ഇതേ കാലഘട്ടത്തിൽ തന്നെ US-ൽ കൊക്കക്കോളയും ലോഞ്ച് ചെയ്തു. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇടം പിടിക്കാൻ അവർക്ക് പിന്നെയും 2-3 ദശാബ്ദങ്ങൾ വേണ്ടി വന്നു. ഇതിനിടയിൽ ഇന്ത്യയിൽ ഒരുപാട് ലോക്കൽ സോഡ ബ്രാൻഡുകൾ വന്നു. അങ്ങനെ വന്നതാണ് നമ്മുടെ ഗോലി സോഡ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള കാലഘട്ടത്തിലേക്ക് വന്നാൽ ഇന്ത്യയിലാണെങ്കിൽ ഓൾറെഡി ലോക്കൽ സോഡ ബ്രാൻഡുകൾ തമ്മിലുള്ള മത്സരം ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലേക്കാണ് കൊക്കക്കോള വരുന്നത്. സോഫ്റ്റ് ഡ്രിങ്കിന്റെ ഈ മാർക്കറ്റ് മനസ്സിലാക്കിയ പാർലെ ഗ്രൂപ്പും കൊക്കക്കോള ലോഞ്ച് ചെയ്ത അതേ വർഷം തന്നെ അവരുടെ സ്വന്തം കോള പുറത്തിറക്കി. പക്ഷെ പാർലെ ഈ കോളയുടെ കാര്യത്തിൽ ചെയ്ത 1-2 കാര്യം കൊക്കക്കോളയെ വല്ലാതെ ചൊടിപ്പിച്ചു. അത് പാർലയുടെ പുതിയ കോളയുടെ പേരും അവരുടെ പാക്കിങ്ങും ആയിരുന്നു. പാർലെ അവരുടെ ആദ്യത്തെ കോളയ്ക്ക് അവരുടെ സക്സസ്ഫുൾ ബിസ്ക്കറ്റായ ഗ്ലൂക്കോയെ അനുസ്മരിപ്പിക്കുന്ന ഗ്ലൂക്കോ കോള എന്ന പേരാണ് ഇട്ടത്. ഈ ഗ്ലൂക്കോ കോള എന്ന പേരാണെങ്കിലോ കൊക്കക്കോളയുടേതുമായി വളരെ സാമ്യമുള്ളതായിരുന്നു. ഒപ്പം അവരുടെ ബോട്ടിലിങ്ങും വളരെ സിമിലർ ആയിരുന്നു. കൂടാതെ അവർ ബ്രാൻഡിങ് ചെയ്യാൻ ഉപയോഗിച്ച ഫോണ്ടിന്റെ സ്റ്റൈലും കൊക്കക്കോളയുടേതുപോലെയായിരുന്നു. അതുകൊണ്ട് പേര് മാറ്റാൻ പാർലയുടെ പേരിൽ അവർ കേസ് ഫയൽ ചെയ്തു. കേസ് കൊടുത്തതിന്റെ ഫലമായി പാർലെ അവരുടെ ഗ്ലൂക്കോ കോളയുടെ പേര് മാറ്റി. എന്നാലും കൊക്കക്കോളയുടെ പ്രശ്നത്തിന് യാതൊരു പരിഹാരവും ഉണ്ടായില്ല. കാരണം പാർലെ ഈ ഡ്രിങ്കിന്റെ പേര് മാറ്റിയത് പാർലെ കോള എന്നായിരുന്നു. ഈ കമ്പനികൾ തമ്മിലുള്ള തർക്കം ഏകദേശം 2 വർഷത്തോളം നീണ്ടു. ഒടുവിൽ പാർലെ പരാജയം സമ്മതിക്കുകയും സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റിനോട് വിട പറയുകയും ചെയ്തു. പക്ഷേ ഇത് പാർലയുടെ സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റിന്റെ അന്ത്യമായിരുന്നില്ല. അവർ ഈ വിപണിയിൽ തന്നെ നിലനിൽക്കാനും എന്നാൽ ഡയറക്റ്റ് കൊക്കക്കോളയുമായി മത്സരിക്കാതിരിക്കാനുമുള്ള ഒരു പദ്ധതി പ്ലാൻ ചെയ്യുകയായിരുന്നു. അതിന്റെ ഭാഗമായി 1952-ൽ ഗോൾഡ് സ്പോട്ട് എന്ന പേരിൽ ഓറഞ്ച് ഫ്ലേവറുള്ള ഒരു സോഡ അവർ ലോഞ്ച് ചെയ്തു. ഓറഞ്ച് നിറത്തിലുള്ള ഈ ഒരു ഡ്രിങ്ക് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടെങ്കിലും യുവാക്കൾക്കിടയിൽ വേണ്ടത്ര ശ്രദ്ധ നേടിയില്ല. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള 10 വർഷത്തോളം കൊക്കക്കോള തന്നെയായിരുന്നു വലിയൊരു വിഭാഗം ഇന്ത്യക്കാരുടെയും ആദ്യത്തെ ചോയ്സ്.